എന്താണ് ഈ സുവിശേഷത്തിന്റെ സ്വഭാവം? ഈ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നല്ല വിശേഷമാണല്ലോ. ആർക്കാണ് ഈ നല്ല വിശേഷം ഉണ്ടായത്? നല്ല വിശേഷം ഉണ്ടായത് നിസ്സഹായരായവര്, രോഗികളായവര്, ദരിദ്രരായവര്, സമൂഹം പിന്തള്ളിയവര്, പാപികളായവര്, ഇവർക്കൊക്കെയാണ് നല്ല വിശേഷം ഉണ്ടായത്. അത് തന്നെയാണ് ഈ സുവിശേഷത്തിന്റെ ഭിന്നതയുടെ അടിസ്ഥാനവും. അതുകൊണ്ട് തന്നെയാണ് നാടുവാഴികളും പ്രമാണികളും ഒക്കെ സുവിശേഷത്തെ എതിർത്തത്. അത് ഓർക്കുക, ആ കാലത്തിന്റെ ക്രമത്തിൽ പാപികളായവർക്ക് പിന്നീട് ഒരു തിരിച്ചുവരവില്ലായിരുന്നു. അവർ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. ചെറിയ കാര്യത്തിന് പോലും ഒരുപക്ഷെ വധിക്കപ്പെടുമായിരുന്നു. തിരിച്ചുവരവുകളില്ല. ആ സമയത്താണ് ഈശോ ധൂർത്തപുത്രന്റെ ഉപമ പറഞ്ഞിട്ട് പശ്ചാത്തപിക്കുന്നവന് തിരിച്ചുവരവുണ്ടെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഇതാണ്, അന്നത്തെ ദൈവസങ്കല്പം മുഴുവൻ ദൈവ